നമ്മൾ പാഞ്ചഗണിക്കുള്ള റോഡ് യാത്ര ചെയ്യുകയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് ജിത്തിനും ഉണ്ട്. ഇത് മഞ്ഞ് കയറി കിടക്കുന്ന മലനിരകളാണ് ഈ കാണുന്നതെല്ലാം. തടാകങ്ങളുണ്ട്. ഊട്ടിയുടെ ഒരു അതേ അനുഭവമാണ് ഇവിടെ ഈ പാഞ്ചഗണി കാണുന്നത്. ഈ വലിയ മതിൽ നടൻ അമീർ ഖാൻ്റെ വീടിൻ്റെ മതിലാണ്. എൻ്റെ പുറകിൽ കാണുന്നത് പാഞ്ചഗണിയിലെ ബെൽ എയർ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മലയാളി സാന്നിധ്യം ഇതാണ്. കേരള ആയുർവേദ ബെൽ എയർ ഹോസ്പിറ്റലിൻ്റെ കേരള ആയുർവേദയിൽ നമ്മൾ എത്തുന്നു. ഇതാണ് കേരള ആയുർവേദയുടെ സെൻറ്റർ. അപ്പോൾ ഇത് ചൂടാക്കി അതിനകത്ത് തന്നെ ഇരുത്തുന്നു അല്ലേ? മരുന്നിട്ട് തിളപ്പിക്കുന്ന വെള്ളം ആവിയാണ് വരുന്നത്. ദൊറാബ്ജി ടാറ്റ താമസിച്ചിരുന്നാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഫലം മുഴുവൻ അവരുടെ ടാറ്റയുടെ ആയതുകൊണ്ട് കൊടുത്ത ദൊറാബ്ജി ടാറ്റ താമസിക്കുന്ന വീടാണ്. വലിയ പഴയ കെട്ടിടങ്ങളും മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് മൊത്തം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. പൂനെയിൽ നിന്ന് ഒരു 2.5-3 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമ്മൾ എത്തപ്പെടുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ഒരു പാഞ്ചഗണി എന്നാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ നിന്ന് നേരെ അങ്ങ് ഗുജറാത്തിലേക്ക് പോകുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ഈ പാഞ്ചഗണി. പാഞ്ചഗണി മഹാബലീശ്വർ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യക്കാർക്ക് ഊട്ടി പോലെയാണ്. ദക്ഷിണേന്ത്യക്കാരെല്ലാം ഊട്ടിയിലേക്ക് പോകുന്നത് പോലെയാണ് ഈ പാഞ്ചഗണി മഹാബലീശ്വർ വരുന്നത്. ഈ പാഞ്ചഗണിയിൽ ഏതാണ്ട് 40-ലധികം അന്താരാഷ്ട്ര സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ഹിൽ സ്റ്റേഷനാണ്, തണുപ്പാണ്, വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് പോയി ചില കാര്യങ്ങൾ വെളിപ്പെടുത്താം. ഈ കാണുന്ന പഞ്ചഗണി മല നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന മഞ്ഞ് കയറി കിടക്കുന്ന മലനിരകളാണ് ഈ കാണുന്നതെല്ലാം. അക്കരെ സ്ഥലങ്ങൾ കാണാം, തടാകങ്ങളുണ്ട്. ഊട്ടിയുടെ ഒരു അതേ അനുഭവമാണ് ഇവിടെ ഈ പാഞ്ചഗണി കാണുന്നത്. ഈ പാഞ്ചഗണി ടൗണിലേക്ക് നമ്മൾ പോവുകയാണ്. മനോഹരമായ ചില കാഴ്ചകൾ. ഈ പാഞ്ചഗണിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്കൂളുകൾ, ധാരാളം സ്കൂളുകൾ. ഈ സ്കൂളുകൾ എല്ലാം ഇൻ്റർനാഷണൽ. കാരണം ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നിടത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു സ്കൂളാണ് ബില്ലി മോറിയ ഹൈസ്കൂൾ എന്ന് പറയും. 1908 തുടങ്ങിയതാണ് ബില്ലി മോറിയ ഹൈസ്കൂൾ. 1908 ആലോചിച്ചു. അങ്ങനെയുള്ള സ്കൂൾ. ഈ സ്കൂളിൻ്റെ ഗേറ്റാണിത്. ആൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ബില്ലി മോറിയ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മൾ പാഞ്ചഗണിക്കുള്ള റോഡ് യാത്ര ചെയ്യുകയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് ജിത്തിനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ജിത്തിൻ്റെ വണ്ടിയിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊക്കെ മോശമായിരിക്കുന്നു. അല്പം കഴിയുമ്പോൾ വഴി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ഒരു സ്കൂള് വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്കൂള്. വിദ്യാനികേതൻ. ഈ വലിയ മതിൽ നടൻ അമീർ ഖാൻ്റെ വീടിൻ്റെ മതിലാണ്. അമീർ ഖാൻ ബോംബെയിലാണ് താമസിക്കുന്നത്. എന്നാൽ ബോംബെയിൽ താമസിക്കുന്നവർക്ക് അവധിക്കാല വസതിയാണ്. ഇവിടെ മഹാരാഷ്ട്ര ഗവർണർക്ക് പോലും അവധിക്കാല വസതിയുണ്ട്. പ്രധാനപ്പെട്ട നടന്മാർക്ക്, ബോളിവുഡ് താരങ്ങൾക്കെല്ലാം ഉണ്ട്. ഇത് അമീർ ഖാൻ്റെ വീടിൻ്റെ മതിലാണ്. അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇതാണ് അമീർ ഖാൻ്റെ വീട്. ഇതാ മെഹർബായി ഹൗസ് എന്ന് പറയും. ഇതാണ് അമീർ ഖാൻ്റെ വീട്. പോലീസ് സ്റ്റേഷൻ. ഈ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ. പോലീസ് ഡാർക്ക്. ഈ ബോർഡിൽ നോക്കി കാണാം ഇവിടെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഏകദേശം എല്ലാം എഴുതിയിട്ടുണ്ട്. ന്യൂ എറ ഹൈസ്കൂൾ കാണിക്കുകയാണ്. താഴെ കാണിക്കുന്നു ഹോട്ടൽ കലിജാത്ത്, ബാദ് ഹൈസ്കൂൾ, കടിൽ നഴ്സറി, ഗണപതി മന്ദിർ, പൈൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ, ഷാലോൺ ഇന്റർനാഷണൽ സ്കൂൾ. ഇവിടെ എല്ലായിടത്തും അംബേദ്കറുടെ ഗാർഡനുണ്ട്. അംബേദ്കർ ഒരു വലിയൊരു ഐക്കണാണ്. അംബേദ്കർ ബുദ്ധിസത്തിലേക്ക് പോയ ബുദ്ധന്മാരായ ഒരുപാട് പേർ. പാർസി ടെമ്പിളുണ്ട്. പാർസി ടെമ്പിളാണ് ഈ കാണുന്നത്. പാർസികൾക്കും നമ്മുടെ നാട്ടിലില്ലെങ്കിലും പാർസികൾക്കും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ പാഞ്ചഗണി ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാഞ്ചഗണി ടൗണിൽ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറ്റില്ല വഴിയൊക്കെ മോശമായി കിടക്കുന്നുള്ളൂ. പക്ഷേ പാഞ്ചഗണി ടൗണാണിത്. ഇവിടെ ഒരുപാട് ആളുകളുള്ള ഒരു പാഞ്ചഗണി ടൗൺ. ഇവിടെ ഇപ്പോൾ ഈ പണി പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത് ശിവാജിയുടെ ഒരു പ്രതിമയാണ്. എല്ലാ മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലത്തും ഈ ശിവാജിയുടെ ഇതുണ്ടാവും. ശിവാജിയാണ് ഇവരുടെ കണ്ടണ്ട ദൈവം. ഇത് എൻ്റെ പുറകെ നിൽക്കുന്നത് അപ്സര ഹോം.
അപ്സര ഹോട്ടലിൽ നിന്ന് മലയാളികളുടെ ഹോട്ടൽ. ഞാൻ ഈ അപ്സര ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്സര ഹോട്ടലിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്സര ഹോട്ടലിലെ മലയാളികളാണ് നടത്തുന്നത്. ഉസ്മാൻ എന്നൊരാളുടെയാണ് ഹോട്ടൽ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. നമുക്ക് ഹോട്ടലിലേക്ക് വരുമ്പോൾ അതിൻ്റെ മാനേജർ സിറാജിനോട് സംസാരിക്കാം. എന്താണോ? നമസ്കാരം. പറഞ്ഞത് എത്ര കാലമായിട്ട് ഇവിടെ സിറാജ് വർക്ക് ചെയ്യുന്നു? 30 വർഷമായി. അതെങ്ങനെ ഇവിടെ എത്തപ്പെട്ടെ? ഓ, മാമൻ്റെ ഹോട്ടലാണ്. അപ്പോൾ അങ്ങനെ മാമൻ ഇവിടെ ഇതുപോലെ സ്ഥലത്ത് വന്നു, ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നത്? ആണോ? ആണോ? ഇവിടെ എത്ര മലയാളികളുണ്ട് ഇവിടെ? അല്ല, മൊത്തത്തിൽ ഫാമിലി 100 പേര് ഉണ്ടല്ലേ? അപ്പൊ ഈ ആണോ? പേരെങ്ങനെ? പേരാ ശിവദാസൻ. ഇവിടെ എത്ര കാലമായിട്ട് ഇവിടെ? ഞാൻ ഒരു 16 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. 82 തൊട്ട് 96 വരെ. എന്നിട്ട് പിന്നെ പോയിട്ട് 30 വർഷം ശേഷം ഇപ്പൊ വന്നിട്ട് 1 വർഷമായി. നേരത്തെ ഇവിടെ തന്നെയായിരുന്നു, ഈ ഹോട്ടലിൽ തന്നെയായിരുന്നു. അത് കൊള്ളാം. ഈ ഹോട്ടലിൽ ഇത് തന്നെ എല്ലാം സാധാരണ ഹോട്ടൽ അല്ലേ? ഇവിടെ ആരാ ഭക്ഷണം കഴിക്കുന്നത്? മലയാളികളാണോ അല്ലാത്തയാളാണോ ഇവിടുത്തുകാർ കഴിക്കുന്നത്? ടൂറിസ്റ്റുകൾ. നമസ്കാരം. ചുട്ടിക്ക് വന്നു. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? റഷീദ്. റഷീദ് എവിടെ? എന്ത് കട നടത്തുവാണോ? ഇവരെ തന്നെ. നേരത്തെ മുന്നോട്ട് ഉണ്ടോ? ഇപ്പൊ 6 മാസത്തെ. 6 മാസമായുള്ളൂ. 6 മാസമായില്ല. ഇല്ലെങ്കിൽ അപ്സറിയില്ല. പേരെങ്ങനെയാ? ഷുക്കൂർ. എവിടെയാ? നാട്ടിലെവിടാ? തലശ്ശേരിയാണോ? പിണറായി. അത് ശരി. ഇവിടെ എത്ര കാലമായിട്ട് ഈ കട? ഈ കട തന്നെ. എങ്ങനെ നിങ്ങൾക്ക് പാഞ്ചകളിൽ എത്തിയേ? അത് അപ്സരയുടെ അദ്ദേഹം അതെ, ഉസ്മാനും അദ്ദേഹം തോന്നില്ല അങ്ങനെ വന്നു. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര പാഞ്ചഗണി ബസ് സ്റ്റാൻഡിൽ പോയി. ഇവിടെ എത്ര ഉള്ളൂ? ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഗവൺമെൻറ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്ര ഒരിടത്തും പ്രൈവറ്റ് ബസ്സുകളില്ല. ഓക്കെ. ബസ്സൊന്നും കാണാനും ഇല്ലല്ലേ? വന്ന് കയറി പോത്തോണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്ര എത്തിയത് പാഞ്ചഗണിയിലെ ബെല്ലെയർ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിന് മുമ്പിലാണ്. എൻ്റെ പുറകിൽ കാണുന്നത് പാഞ്ചഗണിയിലെ ബെല്ലെയർ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മലയാളി സാന്നിധ്യം ഇതാണ്. ഏതാണ്ട് 300ഓളം ജോലിക്കാരുണ്ട് ഇവിടെ. ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്, ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, നേഴ്സിംഗ് കോളേജുണ്ട്. റെഡ് ക്രോസാണ് അത് ഓൺ ചെയ്യുന്നത്. അതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പസിലേക്ക് കയറി. അതാണ് 45 ഏക്കറോളം വരുന്ന ഒരു ക്യാമ്പസാണ്. ഇതാണ് ബെല്ലെയർ ആശുപത്രിയുടെ പ്രവേശന കവാടം. പ്രവേശന കവാടത്തിൽ തന്നെ കേരള ആയുർവേദ എന്ന പേരിൽ ഒരു ബോർഡ് കാണാം. ഇവിടെ കേരള ആയുർവേദയ്ക്ക് വളരെ പേരുകെട്ടാണ്. ഇവിടെ ധാരാളം ആളുകൾ വന്ന് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ്, മസാജ്. നമസ്തേ ജി. ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ്. നമ്മൾ നേരെ ഹോസ്പിറ്റലിലെ ക്യാമ്പസിലേക്ക് കയറുകയാണ്. വലിയ ക്യാമ്പസാണ്, 44 ഏക്കറുള്ള വലിയ ക്യാമ്പസിലാണ് റെഡ്ക്രോസിൻ്റെ ഹോസ്പിറ്റല്, നേഴ്സിംഗ് കോളേജ്. ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവർണർമാരെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഇവരൊക്കെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മലയാളി സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. ഏലം അടക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഏലം, കാപ്പി, മഞ്ഞൾ, എല്ലാ കൃഷികളും ഇവിടെയുണ്ട്. വലിയ സ്ഥാനമാണ്. റെഡ് ക്രോസ് ആണ് ഇതിൻ്റെ ഉടമസ്ഥർ. വലിയ സ്ഥാപനമാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ സന്ദർശനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകുന്നത് ഇവിടുത്തെ ആയുർവേദ സ്ഥാപനത്തിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുർവേദം കേരളത്തിൻ്റെ പുറത്ത് ആയുർവേദം ഏറ്റവും ശക്തമായി പ്രാക്ടീസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അതും ട്രഡീഷണൽ ആയുർവേദം, കേരള ട്രഡീഷണൽ ആയുർവേദം. അപ്പം അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് നമുക്ക് പോയി കാണാം. ധാരാളം കെട്ടിടങ്ങൾ, ഇതിൻ്റെ ഓഫീസ് സംവിധാനങ്ങൾ, ധാരാളം വളരെ മനോഹരമായ രീതിയിലാണ്. മുഴുവൻ മരങ്ങളാണ്. ഈ വലിയ ഇത് 44 ഏക്കർ സ്ഥലമാണ്. 44 ഏക്കർ സ്ഥലത്ത് പഴയ കെട്ടിടങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഇവിടെ ഓഫീസ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഇവിടെയാണ്. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, നേഴ്സിംഗ് കോളേജുണ്ട്. ഇതാണ് OPD. പിന്നെ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളുണ്ട്. 2 കാളക്കൂറ്റന്മാർ വഴി നിൽപ്പുണ്ട്. അങ്ങനെ പോവുകയാണിത്. അവിടെ നിന്നും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇഷ്ടംപോലെ കാപ്പി വെച്ചിട്ടുണ്ട് ഇവർ. നാട്ടിൽ കാപ്പിയുണ്ട്, പ്ലാവുണ്ടായിരുന്നു.
പ്ലാവിലിപ്പം ചക്കയുള്ള സമയമല്ല, ചെറിയ ചെറിയ കെട്ടിടങ്ങളായിട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്വാർട്ടേഴ്സുകളാണ് ഈ കാണുന്നതൊക്കെ. ഒരു മലയാളി അജി കണ്ണൂരുകാരനാണ്, കണ്ണൂർ പയ്യാവൂരുകാരനാണ്. അജിയുടെ ക്വാർട്ടേഴ്സാണിത്. അജി അവിടെ ഇല്ല. കേരള രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ അജി ഇപ്പോഴും ഇവിടെ ഇട്ടിരിക്കുന്നു. നമ്മളങ്ങനെ കേരള ആയുർവേദയിലേക്ക് എത്തുകയാണ്. ഇതാ കേരള ആയുർവേദ, ബെൽ-എയർ ഹോസ്പിറ്റലിൻ്റെ കേരള ആയുർവേദയിൽ നമ്മൾ എത്തുന്നു. ഇതാണ് കേരള ആയുർവേദ. ഇത് പ്രത്യേക കെട്ടിടമാണ്, പുതിയ കെട്ടിടമാണ്, പുതുതായിട്ട് തുടങ്ങിയത്. കെട്ടിടങ്ങൾക്കിടയിൽ മനോഹരമായിരിക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് കേരള ആയുർവേദയുടെ സെൻറ്റർ. എല്ലാ ഫെസിലിറ്റീസും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള സംവിധാനമാണിത്. ഇത് പഴയ കെട്ടിടം, അതിൻ്റെ ഭാഗമായിട്ട് ഇതാണ് കേരള ആയുർവേദയുടെ സെൻറ്റർ. ഷർബിയൽ കബ്ര ആയുർവേദ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കയറാം. ചെരിപ്പൂരിയിടണം. ഹലോ, നമസ്കാരം. ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ സ്പോൺസറുടെ ഡീറ്റെയിൽസ്. മരിച്ചു ഇത് ലിഡയാണ് മാനേജർ. ഹലോ ലിഡ. ഡെന്നി ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്. ലിഡ ഒന്ന് പറഞ്ഞു, ഇത് നമ്മൾ ഇത് ഇപ്പോൾ എത്ര കാലമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട്? ഇത് 3 വർഷമാണ് നമ്മളിവിടെ തുടങ്ങിയിട്ട്. 3 വർഷമായിട്ട്. അതിൻ്റെ ഇതെങ്ങനെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെ? ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദത്തിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന് ഡോക്ടറുണ്ട്, 24 മണിക്കൂർ നമുക്ക് ഡോക്ടറുണ്ട്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നവരാണെങ്കിൽ പ്രോപ്പർ കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ട് ചെയ്തിട്ട് വരുന്നവരുണ്ട്, OPD കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ മസാജിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ആയുർവേദ സാധാരണ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെയൊക്കെയാണല്ലോ, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടല്ലേ? നമ്മൾ ഒരാഴ്ച 2 ആഴ്ച 3 ദിവസം ആൾക്കാരുടെ സൗകര്യം അനുസരിച്ച് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഇവിടെ നമുക്ക് 9 ഡീലക്സ് റൂംസും 2 വില്ലാസും ഉണ്ട് താമസിക്കാൻ വേണ്ടി. അത്ര സംവിധാനമുണ്ട്. അപ്പം എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ? അല്ലെ സീസണായിട്ട് അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും ഉണ്ട്? എപ്പോഴും ഉണ്ട്. 24 മണിക്കൂറും അല്ലെങ്കിൽ 365 ദിവസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൺഡേ അല്ല നമ്മൾ ഓപ്പൺ ആണ്. ഇവിടെ തിരുമാനായിട്ട് സ്പെഷ്യലിസ്റ്റ് ആളുകളുണ്ടല്ലേ? തിരുമാനുള്ള ആളുകൾ 2 തെറാപ്പിസ്റ്റ് കേരളത്തിൽ നിന്നുണ്ട്. 2 പേര് നമ്മളെ ഹെൽപ്പേഴ്സായിട്ട്, പ്ലസ് ഒരു എന്താ പറയുന്നത്, ഒരു ഫോർ ഹാൻഡ് മസാജൊക്കെ ചെയ്യാൻ പാകത്തിന് വേറെ 2 പേരും കൂടെ. നമുക്ക് മഹാരാഷ്ട്രീയൻസ് 2 പേരുണ്ട്, 2 മലയാളി തെറാപ്പിസ്റ്റുകളുണ്ട്. ഇവിടെ നമ്മളെ പല സ്ഥലത്തുനിന്ന് ആളുകൾ വരുന്നുണ്ടാവും അല്ലേ? ബോംബെ, പൂനെ, പിന്നെ പാഞ്ചേരി ലോക്കൽ ആൾക്കാർ, ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ ഒത്തിരി ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയാം. നമുക്ക് ഇഷ്ടംപോലെ ഇവൻ സെലിബ്രിറ്റീസിനെ വരെ നമുക്ക് കിട്ടാറുണ്ട്. ലീഡ ഇവിടെ തന്നെയാണോ? നേരത്തെ മുതൽ ഇവിടെയാണോ? ഞാൻ 10 വർഷമായിട്ട് ബെല്ലേറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 3 വർഷമായിട്ട് ആയുർവേദത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഡോക്ടർ അഷികയുണ്ട്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എവിടെയാ വീട്? കണ്ണൂരാണോ? ഞാൻ കണ്ണൂരാണ്. ആണോ? ആയുർവേദം അവിടെ പഠിച്ചു? ഞാൻ നാട്ടിലാണ് പഠിച്ചത്. നാട്ടിൽ പഠിച്ചു. എന്നിട്ട് ഇവിടെ ആയിട്ട് അധികകാലമായോ? 1 year ആയി. 1 year ആയി. എങ്ങനെ ഇവിടെ എത്തപ്പെട്ടത്? എങ്ങനെ പരിചയം? ആരുടെയൊക്കെ പരിചയം വഴി വന്നാണ്? ഫാദറിനെ അറിയായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റിലേറ്റീവ് ആണ്. പഠനത്തിന് കഴിഞ്ഞ ഉടനെ ആദ്യം ഇങ്ങോട്ടാണ് വരുന്നത്? ആദ്യത്തെ നോക്കി. ഇനി ഉപരിപഠനം ഒന്നും പ്ലാനില്ലേ ഇപ്പൊ? ഞാൻ PG ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നു. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധാരണ ഒരു ആയുർവേദ കോൾ പഠിച്ചൊക്കെ വന്നാണല്ലോ, ഇവിടുത്തെ ഒരു ഫെസിലിറ്റി ഒക്കെ എങ്ങനെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താ പറയാനുള്ളത്? ഇവിടെ നമുക്കിപ്പം IP ഉണ്ട്, OP ഉണ്ട്. IP ഇപ്പം നമുക്കൊരു 9-bedded ഹോസ്പിറ്റലിൽ നിന്നൊരു റിസോർട്ട് ടൈപ്പ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. നമ്മൾ പക്ഷേ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് തരം രോഗമുള്ളവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് സാധ്യതയുണ്ട്? മെയിൻലി നമുക്ക് ഇവിടെ ജോയിന്റ് റിലേറ്റഡ്, പെയിൻ റിലേറ്റഡ്, പിന്നെ വെയിറ്റ് ലോസ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്, സ്കിൻ റിലേറ്റഡ്, അങ്ങനത്തെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് കോട്ടക്കൽ അങ്ങനത്തെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തെറാപ്പിക്കുള്ളത് ഒരുവിധം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ അപ്പോൾ ഇവിടെ ആളുകളൊക്കെ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട് ഇവിടെ. പിന്നെ മെയിൻലി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള മലയാളീസ്, നോൺ മലയാളീസ് ഉണ്ട്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അധികം ഇവിടെ വരുന്നത്. മുംബൈക്ക് അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേരള ആയുർവേദ സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്.
ബെന്നിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് തൊടുപുഴ. തൊടുപുഴയാണ്. ഇവിടെ എത്ര കാലം ഇവിടെ? ഞാനിവിടെ 6 മാസമായുള്ളൂ. 6 മാസമായുള്ളൂ. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഈ ബെന്നി ക്വാളിഫൈഡ് ആണോ? ഞാൻ 23 വർഷമായിട്ട് ഈ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. നാഗാർജുനയുടെ ഒരു 6 മാസത്തെ കോഴ്സ് കണ്ടക്ട് ചെയ്തു. പിന്നെ കളരി ചികിത്സ കുറെ വർഷങ്ങൾ പ്രാക്ടീസ്. കളരി അറിയാമോ? കളരി അറിയാമോ? പിന്നെ കരാട്ടെ അറിയാമോ? കരാട്ടെ അറിയാം. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ 6 മാസമായുള്ളൂ. 6 മാസമായുള്ളൂ. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി ആവുള്ളൂ? ഇവിടെ നമുക്ക് ആയുർവേദത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും അതേ രീതിക്ക് അതേ ക്വാളിറ്റി തന്നെ കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക്. ഇപ്പം മരുന്നുകൾ, കുപ്പി മരുന്നുകളെല്ലാം ബോട്ടി മരുന്നുകളെല്ലാം കോട്ടക്കലിൻ്റെയാണ്. ട്രീറ്റ്മെന്റിനുള്ള മരുന്നുകൾ നമ്മൾ സഹ്യാദ്രിയിൽ നിന്ന് നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ബാക്കി പച്ചമരുന്നുകൾ നമുക്കിവിടെ 45 ഏക്കർ കോമ്പൗണ്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫ്രഷായിട്ട് വേണ്ട മരുന്നുകളെല്ലാം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഇലകൾ, കിഴിക്കുള്ള ഇലകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ബാക്കി ഡ്രൈ ആയിട്ടുള്ള മരുന്നുകളെല്ലാം, മരുന്നുകളെല്ലാം നമ്മളിവിടെ എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അതേ ജെന്യൂനായിട്ട് അത് ക്വാളിറ്റിയെ തന്നെ നമുക്കിവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ട്രീറ്റ്മെൻറ്റുകളും സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇവിടെ കിഴി ഒരു സാധാരണ ഒരാളോട് വന്നാൽ ഇപ്പോൾ ഒരാഴ്ച ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വരികയാണ്, എങ്ങനെ ആയിരിക്കും? ഒരു 7 ദിവസം എന്ന് പറയാൻ നോർമലി പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ഒരു ഫസ്റ്റ് ദിവസം നമ്മളൊരു ഫുൾ ബോഡി അഭ്യംഗം എന്നാണ് മസാജിന് പറയുന്നത്. ഫുൾ ബോഡി മസാജ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് സ്റ്റീം. അത് ആൾ വേർക്കുന്നതനുസരിച്ച് നമ്മൾ സ്റ്റീം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ചൂടുവെള്ളമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്, ടവല്, സോപ്പ്, ഷാമ്പു എല്ലാ സൗകര്യവും ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ ചിലപ്പോൾ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 ദിവസത്തേക്ക് ഇലക്കിഴിയോ പൊടിക്കിഴിയോ ഡിപ്പെൻഡ് ഓൺ കണ്ടീഷൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ദിവസം ഒന്നിലെ ആൾ വീട്ടിൽ ചെന്നിട്ട് പെർഗേഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ വയറിളക്കുന്ന പ്രൊസീജിയർ ചെയ്ത് അങ്ങനെ ഒരു നോർമലി വലിയ പ്രോബ്ലം ഇല്ലാത്ത കേസുകളാണെങ്കിൽ. കേസുകളാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ട്രീറ്റ്മെൻറ്റ് പറയുന്നോ ആ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമുക്കിവിടെ എല്ലാം ഞവരക്കിഴിയുണ്ട്, പൊടിക്കിഴിയുണ്ട്, നാരങ്ങാക്കിഴിയുണ്ട്. നാരങ്ങയൊക്കെ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. നമുക്ക് വേറെ പുറത്തൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടൈപ്പ് കിഴികളും, ധാര, പിഴിച്ചിൽ, ശിരോവസ്തി, ശിരോധാര, അസ്ഥികൾ, എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ കേരളത്തിൽ കിട്ടുന്നതിലും ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കും. അവിടത്തെക്കാളും നിരക്കും കുറവാണ് തോന്നുന്നില്ലേ? അവിടെ പൈസയും കുറവുണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ്. നമ്മളിത് ശരിക്കും റെഡ് ക്രോസ് സൊസൈറ്റിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നാട്ടിലുള്ളതിനേക്കാളും അക്കോമഡേഷനും റേറ്റ് കുറവാണ്, ട്രീറ്റ്മെന്റിന് നമുക്ക് റേറ്റ് കുറവാണ്. അതായത് ഇപ്പം നിങ്ങൾ രോഗമുള്ളവർക്കാണെങ്കിൽ, ഇപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നടുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള രോഗമല്ലേ മെയിൻലി ഇവിടെ വരുന്നത്? ഏത് രോഗത്തിനും ഡോക്ടർമാർ 2 പേരുണ്ട്. ഏത് രോഗത്തിനുള്ള മരുന്നുകൾ നമുക്ക് ഇന്റേണൽ മെഡിസിൻ കൊടുക്കാനായിട്ട് ട്രീറ്റ്മെന്റ്, എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ തന്നെയാണ് അല്ലേ? ശരിക്കും ഹോസ്പിറ്റൽ തന്നെയാണ്. 9 റൂമുണ്ട്, 2 ക്വാർട്ടേഴ്സ് ഉണ്ട്. IP ആയിട്ട് അഡ്മിറ്റ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഡോക്ടർ എന്ത് ഫുഡാണോ സജസ്റ്റ് ചെയ്യുന്ന ആ ഫുഡ് അതുപോലെ നമുക്കിവിടെ സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ മലയാളികൾക്ക്, മഹാരാഷ്ട്ര മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോകേണ്ട കാര്യമില്ല, ഇവിടെ വന്നാൽ മതി. മഹാരാഷ്ട്ര മലയാളികൾക്ക് നാട്ടിൽ പോകേണ്ട അത്രയും ട്രാവലിങ് ബുദ്ധിമുട്ട് ഒഴിവാക്കാം. പിന്നെ നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ മഴ സമയത്തല്ലാതെ ബാക്കി സമയങ്ങളിൽ ചൂട് കൂടുതലാണ് ഭയങ്കരമായിട്ട്. ഇവിടെ ഒരു സീസണിൽ പോലും ചൂടിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അവിടെ ഏത് സമയത്ത് അവിടെ കർക്കിടകമാണല്ലേ പറ്റത്തുള്ളൂ. അവിടെ കർക്കിടകം, മഴ സമയങ്ങളിലേ അവിടെ പറ്റുള്ളൂ. ബാക്കി സമയങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെ ചൂടിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇത്രയും ട്രാവൽ ചെയ്ത് നാട്ടിൽ പോയി അത്ര എക്സ്പെൻസീവ് ആണ് ട്രീറ്റ്മെന്റ്. നാട്ടില് അത്ര എക്സ്പെൻസീവ് വരില്ല ഇവിടെ. പിന്നെ നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാം. മുംബൈ പൂനെ ബേസിലെ ആളുകൾക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ വരുന്ന ക്ലയൻസും കൂടുതലും മുംബൈ പൂനെ ബേസിലും മലയാളികളാണ്. ഇതാണ് ഇവരുടെ ഒരു സ്റ്റീം ചേംബറാണ്. നമ്മൾ സ്റ്റീം റൂം അല്ല പ്രൊവൈഡ് ചെയ്യുന്ന, ചേംബറാണ്. അപ്പൊ ഇത് ചൂടാക്കി അതിനകത്ത് തന്നെ ഇരുത്തുന്നു അല്ലേ? മരുന്നിട്ട് തിളപ്പിക്കുന്ന വെള്ളം ആവിയാണ് വരുന്നത്. നമ്മൾ മരുന്നിടും കുക്കറിൻ്റെ അകത്ത്. എന്നിട്ട് ആളുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യും. ആളുടെ ഹൈറ്റിനനുസരിച്ച് ഇതിനകത്ത് ആളിരിക്കും. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ കഴുത്താണ്. ഇവിടെ കഴുത്ത് വരും, തല വെളിയിലായിരിക്കും. ഒരു 15-20 മിനിറ്റ് നോർമലി ആളുകൾ 20 മിനിറ്റ് കൊണ്ട് നോർമലി ആളുകൾ സെറ്റ് ആകാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ച് സെറ്റിംഗ് ടൈമും വ്യത്യാസം വരും. ഈ തൂക്കവും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും പറ്റുമല്ലേ? വെയിറ്റ് ലോസിന് നല്ലതാണ്. അത് മാത്രമല്ല ശരിക്കും നന്നായിട്ട് സ്വെറ്റ് ആകും. ശരീരത്തിനുള്ളിലെ ദുഷിച്ച സാധനങ്ങൾ, വേസ്റ്റ് ടോക്സിൻസ് ഈ സ്വെറ്റിനോടൊപ്പം പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ഉള്ള പ്രത്യേക റെസ്റ്റോറൻറ്റ്. അതായത് ഇവിടെ ഹോസ്പിറ്റലിന് മെസ്സുണ്ട്, ഹോസ്പിറ്റലിന് കോളേജിന് ക്യാൻറ്റീൻ എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ നിന്നല്ല ഇത്. ഇവിടെ പക്ക വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ സെപ്പറേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കുവാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ആളുകൾ കഴിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ നന്നായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്.
80 റൂമുകളാണ് ഇതിനകത്തുള്ള ആളുകൾക്ക് താമസിക്കാനായിട്ട്. നല്ല ആധുനിക ഫെസിലിറ്റിയുള്ള 80 റൂമാണ്. നമുക്ക് റൂം കാണാം. ഒപ്പം തന്നെ ഇവിടെ ഒരു ആളുകൾക്ക് ഇത് റിസപ്ഷൻ അല്ല, ഈ റൂമിൻ്റെ ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാനും വായിക്കാനൊക്കെ ഉള്ള ഒരു സെൻ്ററാണിത്. ഈ ട്രീറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ സുഖമായിട്ടിരിക്കാം. ഇവിടെ ഇരുന്ന് രീതി കസാരയാണ്, ഇവിടെ ഇരിക്കാം. നല്ല കാഴ്ചയാണ്. ഇപ്പം തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മേളത്ത് നിലയാണ് ക്യാൻറ്റീനിൽ കാണുന്നത്. ഇങ്ങനെ അന്വേഷിച്ച റൂമാണ്. ഒരു റൂമിലേക്ക് നമുക്ക് കയറി കാണാം. 7-ാം നമ്പർ റൂം. ഇതാ കയറുന്നു. ഇതാണ് ഈ റൂമെന്ന് പറയുന്നത്. 2 ബെഡുണ്ട്, 2 സെപ്പറേറ്റ് ബെഡാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉള്ള എല്ലാവർക്കും ബൈസ്റ്റാൻഡർക്കും പറ്റും. എല്ലാ ഫെസിലിറ്റിയുള്ള മുറികളാണ്. നല്ല ടോയ്ലറ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരിക്കലും ഇതിലൊരു അറപ്പ് തോന്നത്തില്ല. പലപ്പോഴും ചെല്ലുമ്പോൾ കണ്ടില്ലേ, നല്ല രസകരമായി വെച്ചിരിക്കുന്ന ചെറിയ ഇത് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന സാധനമാണ്. നല്ല കൊച്ചു റൂം, മനോഹരമായ റൂം. ഇവിടെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ വലിയ പഴയ കെട്ടിടങ്ങളും മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് മൊത്തം. ഇതിനോടൊപ്പമാണ് നമ്മൾ തിരിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വേണം, ഇപ്പോഴും ചക്കയുണ്ട്. ഇത് കണ്ടോ, പ്ലാവ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേത് ഒക്ടോബറിലാണ്. ഇപ്പോഴും ഒരു ചക്ക, വലിയ പ്ലാവ്, പഴയ പ്ലാവ്, നിറച്ച് ചക്ക ഉണ്ടാകുന്നു. ഇപ്പോഴും കിടക്കുകയാണ് ഒരു ചക്ക. വലിയ പ്ലാവാണിത്. പഴയ കെട്ടിടങ്ങൾ, വലിയ കൊട്ടാരം പോലത്തെ പഴയ കെട്ടിടങ്ങൾ. നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്ഥാപനങ്ങളുടെ പ്രത്യേകത, പഴയ മരങ്ങൾക്കിടയിൽ കണ്ട കിളിയുടെയൊക്കെ ശബ്ദം കേട്ടോ. ദൊറാബ്ജി ടാറ്റ താമസിച്ചിരുന്നതാണ് ഇവിടെ. അദ്ദേഹം ഈ ഫലം മുഴുവൻ അവരുടെ ടാറ്റയുടെ ആയതുകൊണ്ട് കൊടുത്താണ്. ദൊറാബ്ജി ടാറ്റ താമസിക്കുന്ന വീടാണ്. മനോഹരമായ ചെടി, നല്ല രസകരമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദൊറാബ്ജി ടാറ്റ താമസിക്കുന്ന വീട് അന്ന്. അതിനുശേഷം അദ്ദേഹം ഇത് മുഴുവൻ ദാനം ചെയ്തതാണ്. ചെടികളൊക്കെ കണ്ടോ, വ്യത്യസ്തമായ കാടൻ ചെടികളാണിതെല്ലാം. ദൊറാബ്ജി ടാറ്റയുടെ വീട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ റൂമിൽ താമസിക്കാൻ താല്പര്യമില്ല, അത്യാവശ്യം കയ്യിൽ നല്ല കാശൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഫെസിലിറ്റി മാൻഷനുണ്ട്. സ്വന്തമായിട്ട് വണ്ടി കൊണ്ടിടാം, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. കൊട്ടാര സമൃദ്ധമായ പഴയ കെട്ടിടം. ആ പഴയ കെട്ടിടത്തിൽ ആളുകൾ താമസിക്കും. പക്ഷേ ഭയങ്കര പൈസയായിരിക്കും. അവർക്ക് എത്ര ഒരു ഫുൾ എടുക്കണോ, എങ്ങനെ അത് 3 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും. പക്ഷേ റേറ്റ് കൂടുതലായിരിക്കും. നല്ല, അതായത് സമ്പത്തുള്ള ഫാമിലിക്ക് ഇവിടെ കൊണ്ടിട്ടിട്ട് ടൂറിസ്റ്റ് ഹോട്ടലിൽ താമസിക്കും. ഞാൻ ഇതിൻ്റെ അന്തരീക്ഷം കണ്ടു, പശ്ചാത്തലം കണ്ടു. ഒരു ഹോട്ടൽ, ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഫീലിൽ താമസിക്കുകയും ചെയ്യാം. ഈ എല്ലാ സിറ്റി കാണുകയും ചെയ്യാം, ഈ ചികിത്സ എടുക്കുകയും ചെയ്യാം. നമുക്കിതിലേക്കൊന്ന് കയറാം. കെട്ടിടം മനോഹരമായ, നമ്മൾ കയറുമ്പോൾ തന്നെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ ആളുകൾ അള്ളിപ്പൊടിയായ ഇതിലിരുന്ന് സംസാരിക്കാം. ഇതാണ് ഇതിൻ്റെ ലോഞ്ച്. ഈ ഫുള്ള് പല റൂമുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടോ, ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള, നല്ലതായിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് മോഡേണൈസ് ചെയ്ത് 2 ബെഡ് ഇവിടെ ഉണ്ട്. നല്ല പുതിയ ടോയ്ലറ്റ്, എല്ലാം പുതിയ ഫെസിലിറ്റികളാണ്. പുതിയ ഫെസിലിറ്റി, നല്ല ഇഷ്ടംപോലെ സൗകര്യം. നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരിവിടെ താമസിക്കാൻ പറ്റും. ഇവിടുന്ന് അടുത്ത മുറി, ഇത് നമ്മൾ ആദ്യം കണ്ടത്, ഇത് ഒരു മുറിയാണ് കണ്ടത്. ഇനി അടുത്ത മുറി നമുക്ക് കാണാം. അടുത്ത മുറി നടുക്കുള്ളതാണ്. ഈ മുറി ഇങ്ങനെ തന്നെയാണ്. 3 ബെഡ്റൂമുണ്ട്. അത് പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ താമസിക്കാൻ തരത്തിലാണ് 3 ബെഡ്റൂമുള്ള. ഇതാണ് അടുത്ത ടോയ്ലറ്റ്. ഇന്ന് സെപ്പറേറ്റ് ഇതിനുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം അറ്റാച്ച്ഡാണ്. വീണ്ടും നമ്മൾ അടുത്തതിലേക്ക്, ഇത് ഡൈനിങ് ആണ്. ഇവിടുന്ന് അപ്പോൾ ഈ 3 റൂമാണുള്ളത്. 3 റൂം കഴിഞ്ഞിട്ട് ഇതാ ഈ 3ാമത്തെ റൂം. 3ാമത്തെ റൂം ഇത് തന്നെ, വലിയ ഒറ്റക്കട്ടിൽ. ഈ ഒറ്റക്കട്ടിലെ ആളുകൾക്ക് ഇവിടെ താമസിക്കാം. ഫെസിലിറ്റീസ് ഉണ്ട്. ഇരുന്ന് വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം സെപ്പറേറ്റ്. 3 വലിയ ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്തുള്ളത്. എല്ലാം നല്ല മനോഹരമായ ഫ്രഷായിട്ടുള്ള ഇതാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള പഴയ കെട്ടിടം മനോഹരമാക്കിയിരിക്കുക. നല്ല മനോഹരമായ കാഴ്ചകളിലൂടെ കാണാൻ പറ്റും നമുക്ക്.
അതിനുശേഷം നമ്മൾ ഇനി ഡൈനിങ് ആണ്, കോമൺ ഡൈനിങ് ആണ്. 3 റൂമിലുള്ള ഒറ്റ ഡൈനിങ് ആണ്. ഇതാണ് ഡൈനിങ്. ഈ അവിടെ ഇരുന്ന് ആളുകൾക്ക് ഭക്ഷണം ഇവിടെ കൊണ്ടുത്തരും, ഫുഡ് ഉണ്ടാക്കി തരാൻ ആളുണ്ട് ഈ ഡൈനിങ്ങിലിരിക്കുന്നു. ഇതിൻ്റെ മുഴുവൻ മാനേജർ ജിതിനോട് സംസാരിക്കുക. ഇതിപ്പം മനോഹരമായൊരു കെട്ടിടമാണ്. ഈ കെട്ടിടം എനിക്കിപ്പം എത്ര ഇതിനകത്തുള്ളത്? 3 സാർ, ഇതിനകത്ത് 7 പേർക്ക് താമസിക്കാം. 7 പേർക്ക് താമസിക്കാം. 3 റൂം. 3 റൂം. 3 റൂമും ഡൈനിങ്ങും സ്ഥലവും. ഇത് മൊത്തം എടുക്കണ എത്ര രൂപയോ? ഇത് മൊത്തം 15,000 രൂപ സാർ ഒരു ദിവസം. അത് ഇൻക്ലൂഡിങ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അത് ലഞ്ചിനും ഡിന്നറും നോൺ വെജും ഉണ്ട്. ഇതിപ്പോ ഹോളിഡേക്കൊക്കെ വരുന്നവർക്ക് ഇത് ഭയങ്കര മനോഹരമാണ്. അതെ. അത് നമുക്കൊരു പ്രൈവസി. ഫോർ എക്സാമ്പിൾ ചിലയിടത്തൊക്കെ ഇപ്പം ബാക്കി സ്ഥലത്തൊക്കെ പോകും പട്ടികളെ ഒന്നും കൊണ്ടുപോകും. ഇവിടെ പട്ടികളെ കൊണ്ടുവരാം, അതൊരു പ്രശ്നമൊന്നുമില്ല. ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ വരുന്നവർക്ക് ഇവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന വരുമല്ലോ. ട്രീറ്റ്മെന്റ് അല്ലാതെ വരുന്നവരും ഉണ്ട്. അതായത് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക്. നമ്മുടെ താഴത്തെ സാറേ നമുക്ക് 3000 രൂപയാണ് ഒരു ദിവസത്തിന്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. പക്ഷെ താഴെ ആയുർവേദ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്യൂർ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത്. പിന്നെ അവർക്ക് നോൺ വെജ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിൽ കൊണ്ടുപോയി അവരെ ഫുഡ് കൊടുക്കുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് സെർവ് ചെയ്യുന്നത്. അവിടെ ട്രീറ്റ്മെന്റിന് വേറെ ചാർജ്, ഫുഡ് താമസത്തിന്റെ. ഓക്കെ. അപ്പൊ ഇതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാനുള്ള നമ്പരും ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാതെ ഇവിടെ ബുക്ക് ചെയ്യാൻ കാണിക്കാം. ഈ പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് എൻ്റെ അകത്ത്. ഇത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം, വരാം, എല്ലാ സൗകര്യവും ഉണ്ട്. ഒരു ഹോളിഡേ പോലെ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇവിടെ പോയിട്ട് മഹാബലേശ്വർ പാഞ്ചഗണി ഹോളിഡേ ആയിട്ട് താമസിക്കാം. ഈ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി. വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ. താങ്ക് യു.